നിന്റെ പണി തിരിക്കോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാലക്കാട്ടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു വാർത്തയാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അത് ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള BJP-യുടെ അംഗമായിരുന്ന ബിന്ദുവായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്വാദം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാം? എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളൊരു സംശയം ഇവിടെ നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന പോലെയാണ് നമുക്കിപ്പോ കാര്യങ്ങൾ ഏകദേശം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇവർക്കെതിരെ ഒരു വിമർശനം ഉണ്ടാവുന്നത്. വോട്ട് പണം കൊടുത്ത് നോട്ട് കൊടുത്ത് വോട്ട് മേടിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർക്കെതിരെ വിവാദം ഉണ്ടാവുന്നത്. അതായത് ഇത്രയും കാലം വളരെ കമ്പോസ്ഡ് ആയിട്ട് വളരെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മുമ്പ് പലപ്പോഴും ഇല്ലാതിരുന്ന പോലെ വളരെ കമ്പോസ്ഡ് ആയിട്ടും എതിര് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കടന്നാക്രമിക്കാതെയും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരുടെ വിഷയങ്ങളൊക്കെ ഒരു ഒത്തിരി പറയാതെ വളരെ കമ്പോസ്ഡ് ആയിട്ടായിരുന്നു ഒരു പരിധി വരെ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് വരുന്നത്, അല്ലെങ്കിൽ പ്രചരണം നടത്തി വരുന്നത്. ആ സമയത്താണ് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു എന്താ ഇത് യാദർച്ഛികമാണോ അതോ കരുതിക്കൂട്ടിയുള്ളതായിട്ടാണോ? അത് യാദർച്ഛികമാണോ കരുതിക്കൂട്ടിയുള്ളതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ BJP-യുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഫൈറ്റ് കലഹമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഇത്രമാത്രം വലുതാവുന്നതിന് ഒരു കാരണമായിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് തോന്നും. കാരണം ആലപ്പുഴയിൽ മുൻപ് വളരെയധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതെ, ഇവര് മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആലപ്പുഴയിലെ BJP-യിലെ അംഗങ്ങൾക്ക് ഇടയിൽ ഐക്യം ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെന്നും ഇതിന്റെ പേര് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇവരുടെ ഈ ശോഭാ സുരേന്ദ്രന്റെ പക്ഷവും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഈ ബിന്ദു പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു ഒരു രീതിയായിരുന്നു ഇവർക്കെതിരെ മൊത്തത്തിലൊരു പാർട്ടിക്ക് അത്രമാത്രം എന്താ പറയാ. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പേരില് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു വോട്ടിന് ഒരു നോട്ട് എന്ന രീതിയിലും ഈ ഇലക്ഷന്റെ നിശബ്ദ പ്രചാരണത്തിന്റെ ഇടയിലാണ് ആ ഒരു വലിയൊരു പ്രശ്നം നടന്നത്. ആ സമയത്ത് അതിനെ വളരെ സമീപനമായിട്ട് വളരെ സമാധാനപരമായിട്ട് ആ സംയമനം പാലിച്ചുകൊണ്ട് അതിനെ നോക്കിക്കണ്ട ഒരു ശോഭാ സുരേന്ദ്രനാണോ ഈ വോട്ടിന്റെ സമയം ഈ കേസ് വന്നപ്പോ മുതൽ കുറച്ച് പതർച്ചയുള്ള ശോഭാ സുരേന്ദ്രനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പതർച്ച ഉണ്ട് അവർക്ക്. അപ്പം പക്ഷെ അത്രയും പതർച്ചയുള്ള സ്ത്രീയിൽ നിന്ന് ഇപ്പൊ ഇത്രയും കലുഷിതമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇത് ശരിക്കും ശോഭാ സുരേന്ദ്രൻ തന്നെയാണോ? അപ്പൊ പല കമന്റുകളിലും കാണുന്നുണ്ട് ഇത് ശോഭ ചേച്ചിയല്ല എ ആണ് സംസാരിക്കുന്നതെന്ന് പോലും ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പം ഇത് എന്തായിരിക്കും? ഇത് പാർട്ടി BJP അവരുടെ സഖ്യത്തിനിടയിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണോ അതോ കോൺഗ്രസ്സുകാരായിട്ടാണോ? ഇത് എത്തരത്തിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം? എത്തരത്തിൽ നോക്കിക്കാണാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം ഇല്ലല്ലോ. ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുപോകുന്നതെങ്കിൽ പോലും ആലപ്പുഴയിൽ നിന്നുള്ള വണ്ടി ഉണ്ടായിരുന്നു, ഒരു പുറകെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അറിയില്ലാത്ത ഒരാളെ പോലെയാണ് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പം അത് എത്രമാത്രം അങ്ങനെ ഇത് നമുക്ക് യാദൃച്ഛികമാണെന്നും കരുതിക്കൂട്ടിയാണെന്നും നമുക്കങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷെ ആലപ്പുഴയില് മുമ്പുണ്ടായിട്ടുള്ള ഒരു ഒതുക്കലിന് പകരം ഒരു ഒതുക്കലാണോ ഇപ്പൊ പാലക്കാട് സംഭവിക്കുന്നതെന്ന് സംശയിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ഈ പൈസ കൊടുത്ത് വോട്ട് മേടിക്കുക എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ മാത്രം അവര് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നല്ല, ഇതിനു മുൻപും കേരളത്തിൽ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ടോക്കുകൾ വരുന്നു. പിന്നെ ഹിറ്റുകളെ പറ്റിയിട്ടുള്ള ടോക്കുകൾ ഈ ഇലക്ഷൻ തന്നെ വരുന്നു, സാരി കൊടുത്തു. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലൊരു ഈ നിശബ്ദ പ്രചരണത്തിന്റെ ആ ഒരു അറ്റത്തെത്തി നിൽക്കുന്ന സമയത്ത് ഇത്രമാത്രം പുഷ് ചെയ്താൽ ലാസ്റ്റ് മിനിറ്റില് എത്തുമ്പോ അതങ്ങനെ വരുന്നതിൽ എന്തോ ഒരു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വേറൊരു കാരണമില്ലേ, ഈ ഒരു അലിഗേഷൻ ഈ വന്ന ഒരു സമയത്ത് നമുക്ക് വേറൊരു കാഴ്ചപ്പാടിലൂടെ അതിനെ നോക്കിക്കണ്ടൂടെ? അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. ഈ ഭയപ്പാട് ഒരു പക്ഷേ അവരെ ഇത്തരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് അവർ കൊണ്ടെത്തിച്ചതാണെങ്കിലോ? അങ്ങനെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് ഇത് കരുതിക്കൂട്ടിയുള്ളതാണോ യാദൃച്ഛികമാണോ എന്നൊന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതൊരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
പിന്നെ അതിന്റെ കൂടെ പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമല്ല ശോഭയ്ക്കെതിരെ അവരിപ്പം പറയുന്നത്. ആലപ്പുഴയിൽ അവർ തമ്മിൽ അംഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. 2 കോടിയിലേറെ സ്വത്ത് ഇവർ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല പണപ്പിരിവ് ആലപ്പുഴയിൽ നടത്താറുണ്ടായിരുന്നു. അതിന് സഹായിക്കാത്തവരെ സഹകരിക്കാത്തവരെയൊക്കെ ഒരു ടാർഗറ്റ് ചെയ്യുമായിരുന്നു തുടങ്ങിയ അലിഗേഷൻസ്. അല്ലെങ്കിൽ സമരത്തിന്റെ സമയത്ത് ഇവർ പ്രോട്ടീൻ പൗഡർ കഴിച്ചുകൊണ്ടാണ് അതിൽ പങ്കെടുത്തത് തുടങ്ങിയ അലിഗേഷൻസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു MLA ഒക്കെ ആകാൻ പോകുന്ന, ജയിക്കോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ ആ ഒരു സ്ഥാനം പ്രതീക്ഷിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നതും ഭീഷണികൾ ഉണ്ടാവുന്നതും ഒക്കെ വളരെ ചെറുതല്ലാത്തൊരു അസ്വസ്ഥത പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഒതുക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും നമുക്കത് റിസൾട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് മെയ് 4 വരെ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് കാത്തിരുന്നേ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് ജനങ്ങളുടെ വിധി എന്ന് ഉള്ളത് നമ്മൾ അതുവരെ കാത്തിരുന്നിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്.